ജമ്മുകാശ്മീരിലെ പഹൽഗാമിൽ വിനോദസഞ്ചാരികൾക്ക് നേരായ ക്രൂരതയുടെ ആക്രമണത്തിന് അതിൻ്റെ പിന്നിൽ ലഷ്കർ-ഇ തൊയ്ബയാണെന്ന് അന്വേഷണ സംഘത്തിന് ബോധ്യമായിരിക്കുന്നു. ലഷ്കർ-ഇ തൊയ്ബയുടെ കമാൻഡറായ കസൂരിയാണ് ആ ഓപ്പറേഷൻ പ്ലാൻ ചെയ്തത് എന്നതടക്കമുള്ള വിവരങ്ങളാണ് ഭീകരാക്രമണത്തെ സംബന്ധിച്ചിപ്പോൾ രാജ്യത്തിന് ലഭിച്ചിരിക്കുന്നത്. പ്രത്യേക അന്വേഷണ ഏജൻസിയുടെ അന്വേഷണ വിവരങ്ങൾ അടക്കം നൽകി വരികയാണ് സ്വാതി സന്തോഷിലേക്ക് ഒരിക്കൽ കൂടി പോയാൽ. സ്വാതി, ഈ രണ്ട് തരത്തിലുള്ള നീക്കമാണ് ഇനി ഉണ്ടാവുക. ഒന്ന്, കൃത്യമായ പരിശോധന, ഭീകരരെ, ആ ഭീകരാക്രമണം നടത്തിയവരെ, അതിന് സഹായിച്ചവരെയൊക്കെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്നുള്ളത്. രണ്ട്, ഈ ഭീകരാക്രമണത്തിന് നിദാനമായ കേന്ദ്രം അത് പാകിസ്ഥാനാണ്, അടക്കമുള്ള ലഷ്കർ-ഇ തൊയ്ബ ആസ്ഥാനങ്ങളാണ്. അവിടേക്കുള്ള സ്ട്രൈക്ക് ഉണ്ടാകണം. ഈ രണ്ട് കാര്യങ്ങളായിരിക്കും ഒരുപക്ഷെ സ്വാഭാവികമായും ഇനി രാജ്യത്തിന് മുമ്പിലുള്ളത്. ആ രീതിയിലേക്കാണ് നീക്കങ്ങൾ, കൂടിയാലോചനകൾ, അല്ലേ? അജിംഷാദ്, ഈ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇനിയുള്ള നീക്കങ്ങൾ സംബന്ധിച്ച ആഭ്യന്തര മന്ത്രാലയം കൂടി ഇത് സംബന്ധിച്ച ഒരു വ്യക്തത അല്ലെങ്കിൽ സ്ഥിരീകരണം വരുത്തേണ്ടതായിട്ടുണ്ട്. നിലവിൽ ദേശീയ അന്വേഷണ ഏജൻസികളുടെയൊക്കെയും വിലയിരുത്തൽ പ്രകാരം ലഷ്കർ-ഇ തൊയ്ബയ്ക്ക് ഈ കൃത്യത്തിൽ പങ്കുണ്ട് എന്നുള്ള വ്യക്തതയാണ് ദേശീയ അന്വേഷണ ഏജൻസിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ഈ കമാൻഡർ അടക്കം ഈ ഭീകരാക്രമണത്തിൽ പദ്ധതി ഇട്ടിട്ടുണ്ടെന്നും ഇയാളുടെ ഭാഗമായി തന്നെ നിന്ന 2 പേരാണ് ഇതിൻ്റെ സൂത്രധാരെന്നും അടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ദേശീയ അന്വേഷണ ഏജൻസി പുറത്തുവിട്ടിട്ടുള്ളത്. അപ്പോൾ അത് കേന്ദ്രീകരിച്ച് തന്നെയായിരിക്കും മുന്നോട്ടുള്ള അന്വേഷണം പോകുക എന്നാണ് മനസ്സിലാവുന്നത്. ഈ പെഹൽഗാമിൽ ഉൾപ്പെടെ എങ്ങനെയാണ് ഈ സംഘം എത്തിയത്? നേരത്തെ വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ച് 2 ദിവസക്കാലമായി ഈ ഭീകരർ ഇവിടെ ഒളിച്ചിരിപ്പുണ്ടായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. എന്നാൽ അത് സംബന്ധിച്ചൊക്കെ ഏത് തരത്തിലാണ് ഇവർ ഇതിനുള്ളിലേക്ക് കടന്നത്? പ്രത്യേകിച്ചും ഇതൊരു പുൽത്തകിടിയാണ്, വളരെ വിശാലമായി കിടക്കുന്ന ഒരു പ്രദേശമാണ്. ആ പ്രദേശത്തേക്ക് ഇവരെങ്ങനെ എത്തി? ഏതെങ്കിലും തരത്തിലുള്ള സഹായം ലഭിച്ചിട്ടുണ്ടോ? ഇതിന് പാകിസ്ഥാന് എന്ത് പങ്കാണുള്ളത്? ഈ ലഷ്കർ-ഇ തൊയ്ബ അടക്കം ഈ ഒരു കുറ്റവാളികളുടെ സ്ഥാനത്തേക്ക് ദേശീയ അന്വേഷണ ഏജൻസി കൃത്യതയോടെയും പറഞ്ഞു വെക്കുമ്പോൾ ഏത് തരത്തിലൊക്കെയാണ് വരുന്നത് എന്നുള്ള ഒരു നീക്കങ്ങൾ ഇനി അടുത്തുള്ള മണിക്കൂറുകളിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി വരുന്ന ഉന്നതതല യോഗം, പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു ഉന്നതതല യോഗം കൂടി ചേരുന്നുണ്ട്. ആഭ്യന്തരമന്ത്രി അമിത്ഷായും ശ്രീനഗറിൽ ഉദ്യോഗസ്ഥരെ അടക്കം ചേർത്തുകൊണ്ടൊരു യോഗം ചേരുന്നുണ്ട്. അപ്പോൾ ഈ യോഗത്തിലൊക്കെയും ഏത് തരത്തിലായിരിക്കും ഇനി മുന്നോട്ടുള്ള അന്വേഷണങ്ങൾ പോകുക? ഇതുമായി ബന്ധപ്പെട്ട സുരക്ഷാ ക്രമീകരണങ്ങളിൽ അടക്കം ഒരു തീരുമാനം ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല, ഈ പാകിസ്ഥാന്റെ അതിർത്തി പ്രദേശങ്ങളിൽ നിന്നടക്കം പൗരന്മാരോട് മാറി താമസിക്കുവാനുള്ള നിർദ്ദേശം പാകിസ്ഥാൻ സൈന്യം നൽകിയ ഒരു ഘട്ടത്തിൽ ഈ ഒരു തിരിച്ചടി ഭയക്കുന്നുണ്ട് പാകിസ്ഥാൻ എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. തീർച്ചയായും ഭീകരാക്രമണത്തിന്റെ ആ കേന്ദ്രം എവിടെയാണ്, അവിടേക്ക് തന്നെ അത് എത്തുകയും അതിനെ വേരോടെ പറിച്ചു കളയാനുള്ള നീക്കങ്ങളുടെ ശ്രമം കൃത്യമാക്കുകയും ചെയ്യേണ്ടതുണ്ട്. 29 നിഷ്കളങ്കരുടെ ജീവനാണ് ഭീകരാക്രമണത്തിൽ പൊലിഞ്ഞത്. അതിൻ്റെ സുരക്ഷ ഒരുക്കേണ്ട ബാധ്യത കേന്ദ്രത്തിനും സർക്കാർ സംവിധാനങ്ങൾക്കും തന്നെയാണ്.